പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് ക്രിസ്തേഷ്യൻ നാമത്തിൽ ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി മന്ന. നെവർ റിഫ്യൂസ് ടു ബി ക്ലോസ് ടു അവർ ക്രിയേറ്റർ ജീസസ് ക്രൈസ്റ്റ്. ജൂലൈ 29. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി ഡിവോഷൻ സങ്കീർത്തനങ്ങൾ 29. സാംസ് ചാപ്റ്റർ 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടി മുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബനോനെയും സീരോനെയും കാട്ടുപോത്തിൻ കുട്ടികളെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുഭൂമിയെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളുടെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന് മീതെയിരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ദൈവം നിങ്ങളേവരെയും സമാധാനവും ശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യം 8. പ്രൊവേർബ്സ് 8. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചോളുവിൻ. മൂഢന്മാരെ വിവേക ഹൃദയമുള്ളവരാകുവിൻ. ആമേൻ. മത്തായി 9. മാത്യു ചാപ്റ്റർ 9. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത്? നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നതുകൊണ്ട് എന്നെ അനുഗമിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവേഷ്ടം ചെയ്ത് ജീവിക്കാൻ ദൈവത്തിന് സൗഖ്യം പ്രാപിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റെവലേഷൻ ചാപ്റ്റർ 7. വെളിപ്പാട് 7. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്ക് സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്ക് കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. ആമേൻ. சொந்தமென்று சொல்லிக்கொள்ள உம்மை விட யாருமில்லை, சொத்து என்று அள்ளிக்கொள்ள உம்மை விட ஏதுமில்லை. യേശുവേ യേശുവേ എല്ലാം യേശുവേ. ആമേൻ. യേശുവേ യേശുവേ എല്ലാം യേശുവേ. താഴ്മുകളാൽ ഞാൻ സുഖമാനേൻ, വാർത്തയിനാൽ ഞാൻ ബലമാനേൻ, വാർത്തയിനാൽ ഞാൻ ബലമാനേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം
പൽക്കാലങ്ങളെ പ്രഭാതം സമയങ്ങളെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. വചനമായി ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. കർത്താവെ, സ്വന്തമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് ലോകത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. സ്വത്ത് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സകലവും അങ്ങാണ് കർത്താവെ, അങ്ങാണ്. അങ്ങനെ അടുപ്പിടാൻ ഞങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ കയ്യിലുള്ള സകല വിഷയങ്ങൾ അത്ഭുതാതിശയം പ്രവർത്തിക്കുമാറണമേ. ആത്മീയം ഭൗതികമായ സകലരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ദിവസം അനുഗ്രഹമാക്കി തീർക്കുമാറണമേ. മാറിയ മധുരങ്ങളും പച്ചവെള്ളത്തിൽ വിഞ്ഞാക്കാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുമേ. ചെങ്ങലിനെ സ്നേഹം നടത്തുന്ന തിരുക്കരങ്ങേൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്നെ.